സംസ്കൃതം, വ്യാകരണം, ഇതര ദർശനങ്ങൾ, കാവ്യം, നാടകം എന്ന് വേണ്ട അക്കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ലഭിക്കാവുന്നതിൻ്റെ പരമമായത് നേടി ചെറുപ്രായത്തിൽ തന്നെ ആശാൻ പദവിയിലേക്ക് എത്തി. അങ്ങനെ നാണു ആശാനാവാനായി. എന്നാൽ പഠനകാലത്ത് തന്നെ സൂക്ഷ്മമായ ഉപാസനയിലേക്ക് പ്രവേശിക്കുകയും ശ്രീകൃഷ്ണ ദർശനം ലഭിക്കുകയും ചെയ്ത നാണുവിന് ആശാനായി തുടരാൻ കഴിയുമോ? അവിടുന്ന് സർവസംഘ പരിത്യാഗിയായി പരിവ്രാജകനായി ഇറങ്ങിത്തിരിച്ചു. തിരുവനന്തപുരത്ത് വേളി, കൊച്ചുവേളി, ശംഖുമുഖം തുടങ്ങിയ പ്രദേശങ്ങളിൽ, ഇന്നവിടെയൊക്കെ വലിയ പട്ടണ സദൃശമായ പ്രദേശങ്ങളാണ്. VSCയുടെ പ്രധാന കേന്ദ്രം അവിടെയാണിപ്പോൾ. പക്ഷെ അക്കാലത്ത് അങ്ങനെയല്ല, അതെല്ലാം കാട് പ്രദേശമാണ്. അവിടങ്ങളിലുള്ള തപസ്, അവിടങ്ങളിൽ യോഗിമാരുമായിട്ടുള്ള സംബന്ധം, ചട്ടമ്പിസ്വാമി തിരുവടികളുമായിട്ടുള്ള സമ്പർക്കം, അതിസൂക്ഷ്മ യോഗ സാധനകളിലേക്ക് പ്രവേശിക്കുന്ന ആ സാധകൻ ശിവരാജയോഗ സാധനകൾ അനുഷ്ഠിക്കാനും അതിസൂക്ഷ്മമായ യോഗചര്യകൾ ചെയ്യാനും തൈക്കാട്ടയ്യാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തൈക്കാട്ടയ്യാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ചട്ടമ്പിസ്വാമി തിരുവടികളാണ്. കുഞ്ഞമ്പിള്ള ചട്ടമ്പി. അങ്ങനെ അവിടുന്ന് ഖേജരി മുദ്രയടക്കം ശീലിച്ച ശേഷം ഗുരുദേവനിൽ വന്ന, അന്ന് ഗുരുദേവൻ എന്നും പറയാൻ പറ്റില്ല, നാണുവാശാനിൽ വന്ന പരിവർത്തനം വളരെ വലുതാണ്. മറ്റെല്ലാം അപ്രസക്തമായി അവിടുന്ന് സൂക്ഷ്മ സാധനകളിലേക്ക് ആഴ്ന്നിറങ്ങി. മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ അതികഠിനമായ കഠോരമായ തപസ്സനുഷ്ഠിച്ച് ആ തപസ്സിലൂടെ പരിണിത പ്രജ്ഞനായി നേടാനുള്ളത് മുഴുവൻ നേടി ഇനി ഒന്നും നേടാനില്ലാത്ത അവസ്ഥയിൽ ആ തപസ്സിന്റെ ഉത്തുംഗതയിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്.